Hi guys, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തേതൊരു വെജിറ്റബിൾ വൈറ്റ് സ്റ്റൂ റെസിപ്പിയാണ്. പൊട്ടറ്റോയും വെണ്ടക്കയും ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി ഐറ്റം ആണിത്. ഒരുപാട് സമയം മെനക്കെട്ട് നമ്മൾ വഴറ്റിയെടുത്ത് അങ്ങനെയൊന്നും വേണമെന്നില്ല ഈ ഒരു കറി ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വലിയ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിന്. പിന്നെ ഇതിലേക്ക് 2-3 വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അരമുറിയോളം സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോയും വെണ്ടക്കയും ആണല്ലോ, അപ്പോൾ മെയിനായിട്ട് ഒരു 3 വെണ്ടക്കയും കട്ട് ചെയ്ത് വെച്ചിന്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. വേറെ പൊടികളോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും വേണം. ഈ ഒരു സ്റ്റൂവിന് വേണ്ടിയിട്ട് തേങ്ങ അരപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു പിടിയോളം തേങ്ങയും 5-10 കാഷ്യൂവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ ആദ്യം ഞാനിപ്പം പൊട്ടറ്റോ മാത്രം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെണ്ട അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിന്. ഉരുളക്കിഴങ്ങിൽ എപ്പോഴും വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്, ഗ്യാസ് ട്രബിളിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം വേവിക്കാനായി വെക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. ഒരു വിസിലിന് കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പം ഇങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിന്. ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറി കുറച്ച് തിക്കാവും, ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങും. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള വെണ്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കണം. അപ്പം തേങ്ങയും കാഷ്യൂവും അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം തേങ്ങ അരച്ചത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയും അത്യാവശ്യം വെന്ത് വന്നിന്. ഇതിലേക്ക് ഇനി തേങ്ങ അരപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മിക്സിയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു പുളിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഞാനിതൊരു വൈറ്റ് കളർ സ്റ്റൂ ആയതുകൊണ്ട് തക്കാളി വഴറ്റാനൊന്നും നിന്നിട്ടില്ല. ജസ്റ്റ് ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ആ ഒരു പുളിപ്പ് അങ്ങ് ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് കളർ വെജ് സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെണ്ടക്കയും ഉരുളക്കിഴങ്ങുമാണ് എടുത്തത്. പൊതുവേ വെണ്ടക്ക അങ്ങനെ ഇഷ്ടത്തിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല അല്ലേ, സ്റ്റൂവിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ലല്ലോ. പക്ഷേ ഇത് അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂങ്ങിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യ്, അതായത് ഗീയിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അവസാനം ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ വെജ് സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ അതുപോലെ വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എസ്പെഷ്യലി വെള്ളാപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. പ്രത്യേകിച്ച് രാവിലത്തെ തിരക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം ഉണ്ടാക്കിയിട്ട്. പുതിയ റെസിപ്പീസായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.